5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നിധി, നീ ഇതുവരെ റെഡിയായില്ലേ? ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു, ഞാൻ റെഡിയാ. പക്ഷേ ഗൗതമിനോടൊപ്പം അമ്മയുടെ മുമ്പിൽ കൂടി ഞാൻ എങ്ങനെ ഇറങ്ങി വരും? അതിനെന്താ പ്രശ്നം? നീയും എന്റെ കൂടെ ഓഫീസിലേക്ക് വരുന്നെന്ന് പറഞ്ഞ പോരെ? ഒന്ന് പോ ഗൗതം. അങ്ങനെ പതിവില്ലാതെ ഇന്ന് ഗൗതമിനോടൊപ്പം ഞാനും ഓഫീസിലേക്ക് ഇറങ്ങിയ അമ്മയ്ക്ക് സംശയമാവും. ഒന്നാമത് നമ്മൾ ഇന്നലെയും പുറത്തുപോയി. നമ്മൾ നിർമ്മലാന്റിയെ കാണാൻ പോകുന്നതാണോ എന്ന് അമ്മയ്ക്കൊരു സംശയമുണ്ട്. അത് ശരിയാവില്ല. വേറെന്തെങ്കിലും പറയാം. ഓഫീസിലേക്ക് തന്നെ പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യാം, ഓഫീസിലേക്ക് വെറുതെ വരുന്നു പറയണ്ട. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് അമ്മയോട് നമ്മൾ പറഞ്ഞില്ലായിരുന്നു? നമ്മൾ ഒരുമിച്ച് ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നു പറയാം. ഏത് ഫ്രണ്ട്? എൻ്റെ ഒരു ഫ്രണ്ട്. ഫ്രണ്ടിന് പേരില്ലേ? പേര് ജോസഫ് സെബാസ്റ്റ്യൻ. അയാൾ എവിടത്തുകാരനാ? അയാള് എറണാകുളത്തുകാരൻ. അയാള് ഇവിടെ എവിടെയാ താമസം? ഇവിടെ എവിടെയാണെന്ന് വെച്ചാ അയാൾക്ക് വീട്ടില് ഭാര്യ മക്കളൊന്നുമില്ലേ? ഭാര്യ. അയാൾക്ക് എന്നെ എങ്ങനെ അറിയാം? നീ എന്താ എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞാൽ അമ്മ ചോദിക്കാൻ പോകുന്നത്. ഞാൻ ചോദിച്ചപ്പോ തന്നെ ഗൗതം പരിങ്ങിയത് കണ്ടോ? ഇതൊന്നും വർക്കൗട്ട് ആവുന്ന ഐഡിയ അല്ല ഗൗതം. അമ്മയുടെ മുമ്പിൽ നിന്ന് പരിങ്ങി അവസാനം കള്ളി വെളിച്ചത്താവും. പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തന്നെ അമ്മയുടെ ഓരോ ചോദ്യങ്ങൾക്കും കള്ളം പറഞ്ഞു പറഞ്ഞ് ഞാനൊരു പരുവായി. ഇനി എനിക്ക് വയ്യ. വേറെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്ക. വേറെ ഐഡിയ എന്നൊക്കെ പറയുമ്പോ അതിപ്പോ ഒരു കാര്യം ചെയ്യാം. ഞാൻ കൂടെ വരുന്ന കാര്യം ഗൗതമൻ അറിയേയില്ല. എന്നിട്ടൊന്നുമില്ല. ഗൗതം ബാഗും എടുത്ത് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ എന്നോട് പറ. നേരത്തെ പറഞ്ഞ ഗൗതമിന്റെ അഭിനയത്തിനൊരു പെർഫെക്ഷൻ കിട്ടില്ല. ഗൗതം ഇറങ്ങിക്കോ, ഞാൻ ഗൗതമിന്റെ കൂടെ വന്നാ പോരെ? അത് ഞാൻ സെറ്റാക്കിക്കോളാം. ഇറങ്ങിറങ്ങ. ആള് പാറുമ്മയാ. അവസാനം നീ മുന്നിൽ നിന്ന് ഉരുകരുത്. ഒന്നും ഇല്ലാന്നേ. ഗൗതം ഇറങ്ങിക്കോ. ഓക്കെ, നമുക്ക് കാണാം. ഇറങ്ങട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അമ്മ, എനിക്ക് പോകാൻ സമയമായി. വരുന്നു. നീ ഇന്ന് ഒരുപാട് നേരത്തെ ആണല്ലോ മോനെ. ഇന്ന് ഓഫീസിൽ ഓഡിറ്റിംഗ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഫ്രണ്ടിനൊന്ന് പോയി കാണണം. അമ്മയുടെ ഈ മീൻകറിയും ഫ്രണ്ടിന് കൊടുക്കണം. എങ്ങനെയുണ്ട്? മീൻകറിയൊക്കെ സെറ്റല്ലേ? അതിപ്പോ കഴിച്ചു നോക്കുന്നവരല്ലേ അഭിപ്രായം പറയേണ്ടത്, അല്ലാതെ ഞാനല്ലല്ലോ. പിടിക്ക്. താങ്ക്സ് അമ്മ, ഞാൻ ഇറങ്ങട്ടെ. ഗൗതം, പോകുന്ന വഴിക്ക് എന്നെ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് ഇറക്കോ? എനിക്ക് ഈ ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്ത് വാങ്ങിക്കണം. അയ്യോ, ഞാനതൊക്കെ മറന്നുപോയി. മറക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഇതിനിപ്പോ നീ മെനക്കെടണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. വേണ്ട വേണ്ട, ഇപ്പൊ ഫോട്ടോ കൊണ്ടുപോകാൻ മറന്നതുപോലെ അത് തിരിച്ചു വാങ്ങാനും മറക്കും. എന്നെ സ്റ്റുഡിയോയുടെ മുമ്പിലൊന്ന് ഇറക്കി തന്നാ മാത്രം മതി. ഞാൻ അവിടെ നിന്ന് തന്നെ ഇത് ഫ്രെയിം ചെയ്ത് വാങ്ങിച്ച് കൈയോടെ തിരികെ കൊണ്ടുവന്നോളാം. അത് തരക്കെടല്ലാത്തൊരു ഐഡിയ അല്ല അമ്മേ?
ഈ ഫോട്ടോ വീണ്ടും പൊട്ടിയതോടെ എനിക്ക് ഉറക്കം പോലും ഇല്ലാതായി. കണ്ണടച്ച ഓരോന്ന് വേണ്ടാത്തതോർത്ത് ഞെട്ടി ഉണരുക. ആ എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. നീ വാ കൂടെ, ഞാൻ നിന്നെ സ്റ്റുഡിയോയിലാക്കാം. ആ അമ്മേ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഗൗതം, ആ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അമ്മയ്ക്ക് യാതൊരു സംശയവും തോന്നിയിട്ടില്ല. എന്റെ ഐഡിയ സൂപ്പർ ആയിരുന്നില്ലേ? പിന്നെ സൂപ്പർ ആയിരുന്നു. അമ്മയെ പറ്റിക്കാൻ ഇനി എന്തൊക്കെ ഐഡിയകളാ നിങ്ങളുടെ പക്കലുള്ളത്? പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു മണ്ടിയെ പോലെ നിന്ന് തരും. അതെ, മക്കളോടുള്ള സ്നേഹം കൊണ്ടാ, വെറും മണ്ടിയായതുകൊണ്ടൊന്നും അല്ല. അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. അമ്മേ, അത് നിനക്ക് ഇവന്റെ കൂടെ ഓഫീസിലേക്ക് പോണെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. അതിനെന്തിനാ ഈ ഫോട്ടോയെ കൂട്ടുപിടിക്കുന്നത്? എപ്പോഴും ഭർത്താവിന്റെ കൂടെ ഇരിക്കണമെന്ന് ഏതൊരു ഭാര്യയ്ക്കും ആഗ്രഹം കാണും. അത് പറഞ്ഞാ ഞാൻ പോണ്ടാന്ന് പറഞ്ഞ് നിന്നെ തടയോ നിധി? ആ, അത് ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ കൊച്ചു കള്ളങ്ങളൊക്കെ പറയുന്നേ? ഫോട്ടോ ഫ്രെയിം ചെയ്ത് മേടിക്കാനല്ല നീ ഇപ്പൊ ഇറങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനല്ല അമ്മേ. പോകുന്ന വഴിക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം. അത് കഴിഞ്ഞ് ഓഫീസിലും പോവും. തിരിച്ചു വരുമ്പോ ഞങ്ങൾക്കിത് വാങ്ങിച്ചോണ്ട് വരാമല്ലോ. അങ്ങനെ രണ്ട് കാര്യവും നടക്കും. വാഴ നനയുമ്പോ ചീരയാണോ നനയുന്നേ, അതോ ചീര നനയുമ്പോ വാഴയാണോ നനയുന്നേന്ന് ഉറപ്പില്ല എനിക്ക്. അമ്മ എന്താ ഉദ്ദേശിച്ചത്? ഒന്നും ഉദ്ദേശിച്ചില്ല. എന്റെ മക്കള് പോയിട്ട് വാ, സന്തോഷത്തോടെ പോയിട്ട് വാ. എന്താ, ഞാനിനി കൈ പിടിച്ച് കയറ്റി വിടണോ? എന്നാ വാ ഇങ്ങോട്ട്. കേറ്.